നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുകുലത്തിലെ കർണാടക മാഷാണ്. ഇന്ന് ഞങ്ങളുടെ അഞ്ചാമത്തെ ബാച്ചിൽ ഇവർ രണ്ടുപേരാണ് കുറച്ച് മുമ്പ് ഒരു വിദ്യ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. ആ വിദ്യ വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് അതിൽ തന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് അതും പഠിക്കുക. രണ്ടാമത് വെട്ടുകത്തിക്ക് വെട്ടുമ്പോൾ രണ്ടാമത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? രണ്ട് കൈ കൊണ്ട് സ്റ്റെപ്പ് മാറുന്നില്ല. ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഓടുക ചാടും. വെട്ടുകത്തിക്കോ കടാരയ്ക്കോ നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ തിരിഞ്ഞോടരുത്. ഓടിയാൽ വെട്ടോ കുത്തോ ധാരാളം നിങ്ങൾക്ക് കിട്ടും. നിൽക്കുന്ന നീന്തെങ്കിൽ ആ നിപ്പിൽ തന്നെയാണ് ഇതുപോലെ സ്റ്റെപ്പ് പോലും വയ്ക്കുന്നില്ല. മുൻപോട്ട് കയറുന്നില്ല, പുറകോട്ട് ഇറങ്ങുന്നില്ല. നിൽക്കുന്ന നിപ്പിൽ ആ കൊടുവാൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. ഒരേപോലെ പിടിക്കുകയാണ്. ബ്ലോക്കെല്ലാം നിങ്ങൾ പേടിക്കേണ്ട. രണ്ട് കൈ കൊണ്ട് ശക്തിയിൽ വരുന്ന ഏത് കൊടുവാളാണെങ്കിലും നമ്മുടെ കൈ കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ഇവനെ വിടില്ല, കൊലയാളിയെ വിടില്ല. അവൻ്റെ ഒരു കൈ നല്ല പവറായി പിടിക്കും. മറ്റേ കൈ കൊണ്ട് ഡയഫ്രം, അവൻ്റെ ചെവിക്കുള്ളിലെ ഡയഫ്രം അത് നമ്മളങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ഒറ്റയടി അത് പൊട്ടുമെന്നുള്ള തീർച്ചയായും പൊട്ടുക. വായിൽ നിന്ന് മൂക്കിൽ നിന്ന് ചെവിയിൽ നിന്ന് 3 സ്ഥലത്ത് കൂടിയും ബ്ലഡ് വരും. ബോധം കെട്ട ആളെ വീഴുകയും ചെയ്യും. അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കുറേ നേരം കടന്നിട്ട് പോയിക്കോട്ടെ, അവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ആ ഡയഫ്രം നേരെയാവില്ല, അത് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ആയുധം എടുക്കുന്നവന് അത് നമുക്ക് ആവശ്യമാണ്, നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. മുൻപ് ചെയ്ത എൻ്റെ ശിഷ്യന്മാർ തന്നെ എൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞു. ഉദയകുമാർ. അങ്ങോട്ട് നോക്കി പറഞ്ഞു. അവരൊന്ന് ഉദയകുമാറാണ്. ഇദ്ദേഹം മോഹൻദാസ്. അവരാണ് ഇപ്പം നിങ്ങൾക്ക് മുൻപ് ചെയ്ത അവർ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് വയ്ക്കുക. കയറുന്നു. സൈഡിലേക്ക് നിന്നോട്ടെ. നമ്മുടെ കുട്ടിയെ താഴെ വീഴ്ചാൽ അവൻ കേടുകൂടരുത്. വീഴ ഉണ്ടാവാതിരിക്കത്തക്ക രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. മറിഞ്ഞ് വീണ് തെറിച്ച് തലയോ കയ്യോ കാലോ പൊട്ടിക്കുക അല്ലെങ്കിൽ ശരീരം കേടാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് എല്ലാ കുട്ടികളെയും ഞങ്ങൾ പഠിപ്പിച്ചു വിടുന്നത്. ഈ മർമ്മസ്ഥാനം കൊടുക്കാൻ ഡയഫ്രം എന്ന് പറയുന്ന മർമ്മസ്ഥാനമാണ് ചെവിക്കുള്ളിലെ കർണപുടം. അതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ അത് അറ്റാക്ക് ചെയ്യുന്നത് വായിച്ച് ബദ്ധരിക. ചെവിയുടെ ഉള്ളിലെ കുഴിയിലാണ് ഈ മർമ്മം സ്ഥിതി ചെയ്യുന്നത്. ഈ മർമ്മത്തിന് ക്ഷതമേറ്റാൽ കേൾവി നഷ്ടപ്പെടുകയും ചെവിയിൽ നിന്ന് രക്തവും വെള്ളവും മൂക്കിൽ കൂടി രക്തവും പുറത്തേക്ക് ഒഴുകി വരികയും ചെയ്യും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. കൊടുവാളിന് വെട്ടുന്നുണ്ടോ? ഒന്നാമത്തെ ചിത്രം കൊടുവാളിന് വെട്ടുമ്പോൾ ആദ്യം തൊഴുത് പിടിച്ച കൈയാണ്. ആ കൈ കൊണ്ട് പക്ഷേ നമ്മളിത് ബലമായി പിടിക്കുന്നുണ്ട്. രണ്ടാമത്തെ നോക്കി, അതിലൊരു കൈ തിരിച്ച് പിടിച്ചിരിക്കുന്നതുകൊണ്ട് കൈ കൊഴിച്ച് പിടിച്ചിരിക്കുന്നത് 2. മൂന്നാമത്തെ അടിച്ച് കുഴിച്ചിരിക്കുന്നുണ്ടോ? ചെവിക്കകത്ത് കുഴിച്ച് വെച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് പുസ്തകത്തിലുള്ള ഇപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നേരിൽ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ആ വിദ്യ ചെയ്യേണ്ടത്, ആ മുറ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ശ്രദ്ധയോടുകൂടി നിൽക്കുക. അവിടുന്ന് വെട്ടുമ്പോൾ 2 കൈ കൊണ്ട് പിടിക്കുന്നു. സ്റ്റെപ്പില്ല. ഈ കൊലയാളി സ്റ്റെപ്പ് വെച്ച് വെട്ടിയാലും നമ്മൾ അനങ്ങുന്നില്ല. നമ്മളിതൊരു പ്രശ്നമേ ആക്കുന്നില്ല. വെട്ടട്ടെ. സ്റ്റെപ്പ് പോലും ഇല്ല. നോക്കി, റെഡി. ശ്രദ്ധയോടുകൂടി നിൽക്കുക. അവിടെ ആക്രമി കൊടുവാളിന് കഴുത്തിന് വെട്ടുകയാണ്. തൊഴുത് പിടിച്ച് കൈകൾ രണ്ടും ഈസി. അവർക്കൊരു പ്രശ്നമില്ല. ഏത് ആയുധം ഉപയോഗിച്ചാലും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. നമ്മളതിന് നേരിടും. ഈസിയായിട്ട് വെട്ടുകയാണ്. ഓക്കെ, വെട്ടിക്കോ. പിടിച്ചു. അവിടെ മതി. ഓക്കെ, നോക്കി, ഉണ്ടോ? ഈ കൈ ഇവിടെ ഞാൻ ഇവിടെയല്ല പിടിക്കേണ്ടത്. ഈ കൈ ഉണ്ടോ? ഈ കൈ ഇനി കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഇവിടെ നിന്നാൽ മതി. കുഴിച്ച് പിടിക്കുക. ഉണ്ടോ? ശ്രദ്ധിക്കാനുണ്ടോ? ഇതാണ്. ഈ കൈ ബലമായിട്ട് പിടിച്ചിട്ടുണ്ടോ? താഴെ നിൽക്കുക. അങ്ങനെ ബലമായിട്ട് നിൽക്കുന്നു. കണ്ടോ? ഇതാണ്. ഈ കൈ കൊണ്ട് ഒറ്റ അടി ചെവി പൊത്തി സ്ലോയിൽ ചെവി പൊത്തുന്ന സമയത്ത് സ്റ്റെപ്പ് വയ്ക്കണം. സ്റ്റെപ്പ് വെച്ചിട്ട് മറിച്ചു തറയിലടിച്ചു. നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഈസിയായിട്ട് പഠിക്കുക. നിമിഷം മതി. പിടിക്കുന്നതും അടിക്കുന്നതും ഒരുപോലെ ചെയ്യണം. നിങ്ങൾ നന്നായി പഠിക്കുക. ഞങ്ങൾക്ക് നേരിട്ട് എല്ലായിടത്തും വന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അമേരിക്കയിൽ വരെ പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ പല സ്ഥലത്തുനിന്നും എനിക്ക് ഇങ്ങനെ വിവരങ്ങൾ കിട്ടിക്കൊണ്ട് അവരിങ്ങനെ പഠിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി വിശദമായിട്ട് ഇട്ട് തരികയാണ്. നിങ്ങൾ അവിടെ നിന്നാൽ മതി. ഞങ്ങൾ വരുന്ന പുതിയ കുട്ടികളെ കൊണ്ടും പഴയ കുട്ടികളുണ്ട് അവരെ കൊണ്ടും ഈ വിദ്യകളെല്ലാം ഇടിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇത് കണ്ട് നിങ്ങൾക്ക് ഞങ്ങളെല്ലാവരും കൂടി നന്ദി, നമസ്കാരം.